നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ്റെ നാട്ടിൽ ചാലക്കുടിയാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ മണിച്ചേട്ടന് കുറേ ഓർമ്മകളുണ്ട്. മണിച്ചേട്ടൻ ഓടിച്ച ഓട്ടോറിക്ഷയും ഒപ്പം തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോസും അങ്ങനെ കുറേ കാഴ്ചകൾ. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മണിച്ചേട്ടൻ്റെ നാട്ടിൽ പോകണമെന്ന്, അതായത് ചാലക്കുടി വരണമെന്ന്. അപ്പോൾ നമ്മളിന്ന് ചാലക്കുടിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. മണിച്ചേട്ടൻ എന്നും നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മലയാളികൾ എന്നും ചിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് മണിച്ചേട്ടൻ. ഈ വീഡിയോ എടുക്കുമ്പോഴും അങ്ങനെ എടുക്കാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തം ചാലക്കുടിക്കാരൻ ചങ്ങാതി. 100 എന്ന് പറയുന്ന നമ്പർ മണിച്ചേട്ടനൊരു ഹരമാണ്. ഇന്നും അദ്ദേഹം ഓടിച്ച ഓട്ടോറിക്ഷയും ഒപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ചിത്രങ്ങൾ നമ്മുടെ ഈ ലൈബ്രറിയിൽ അവർ കൃത്യമായിട്ട് വരുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. മണിച്ചേട്ടൻ്റെ ഓർമ്മകളെല്ലാം അവസാനിച്ച ആ ഒരു മണ്ണ് നമ്മുടെ പാടി, മണിച്ചേട്ടൻ്റെ സ്വന്തം പാടി. ഈ മണ്ണിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. സ്വന്തം അപ്പൻ ആയുസ്സിന്റെ പകുതിയോളം പണിയെടുത്തൊരു മണ്ണ് കൂടിയാണ് ഈ പാടി. പിന്നീട് കാലാകാലങ്ങളിൽ അത് സ്വന്തമായി വാങ്ങിയ ഒരു മകന്റെ വിജയകഥ പറയുന്ന മണ്ണ് കൂടിയാണ് നമ്മുടെ സ്വന്തം പാടി. നമ്മുടെ മണിച്ചേട്ടൻ മരിക്കുന്ന സമയത്തെ കുറച്ച് മണിക്കൂറുകൾ ഒരു പക്ഷെ ചിലവഴിച്ചിരുന്ന ഒരു സ്ഥലമാണ് ദാ ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ആരും വരാറില്ലെന്നാണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ ഷീറ്റും അല്ലെങ്കിൽ മാത്രം ബലഹീനത സംഭവിച്ചൊരു കെട്ടിടമാണ് ഈ കാണുന്നത്. പക്ഷെ ടി വി ഒക്കെ കാണാം. അതൊരു പഴയ ടി വി ആണ്. ഒരുപക്ഷെ മണിച്ചേട്ടൻ ഉപയോഗിച്ചിരുന്ന ടി വി ആയിരിക്കാം. ഇപ്പോൾ അത് വർക്കിംഗ് ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഇടവേളകളിൽ അല്ലെങ്കിൽ അദ്ദേഹം ഷൂട്ടൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി ഏറെക്കുറെ സമയം കൂട്ടുകാർക്കൊപ്പമോ അല്ലെങ്കിൽ ഒറ്റയ്ക്കുമൊക്കെ ചിലവഴിച്ച ഒരു മുറിയായിരിക്കണം ഇത്. പറയായിരുന്നു മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ചപ്പും ചവറും ഒന്നും കിടക്കില്ല, നല്ല അടിപൊളിയാക്കി പാടി നല്ല മനോഹരമാക്കി സൂക്ഷിക്കും. ഇവിടെ ഒരു ഏർമാടമൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു, പക്ഷെ അതെല്ലാം പോയി. അങ്ങനെ നമ്മൾ ചാലക്കുടി പുഴ കാണാൻ വേണ്ടിയിട്ട് താഴോട്ടിറങ്ങിയതാണ്. ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. നമ്മുടെ ചാലക്കുടിയിലെ കാഴ്ചകൾ അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാലക്കുടിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ യാത്രകളിൽ ഇതിനെ പോകുമ്പോഴൊക്കെ ആ പാട്ടുകൾ, മണിച്ചേട്ടൻ പാടി വെച്ചേക്കുന്ന പാട്ടുകൾ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും ഇന്നിപ്പോൾ ഞാൻ ഈ ഓരോ സ്ഥലങ്ങൾ മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ നിൽക്കുന്ന ഓരോ സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോഴാണ് ഈ പാട്ടുമായിട്ട് എത്രത്തോളം ചേട്ടൻ ആ ഒരു നാടിനെ വർണ്ണിച്ചു വെച്ചേക്കുന്നത് ശരിക്കും കണ്ട് ബോധ്യപ്പെട്ടു. മനോഹർ കൂടി നമ്മൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എന്നെപ്പോലെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം. വിഷമം തോന്നുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ. നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ്റെ വീടാണ്. പക്ഷെ ഇപ്പം ഇവിടെ ആരും ഇല്ല. അതുകൊണ്ട് അകത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ ജീവനോടെ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരാളെ അടക്കിയ സ്ഥലമാണ് കേട്ടോ. ഇപ്പം മണിച്ചേട്ടൻ